إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله أن يخفف عنكم وخلق الإنسان ضعيفا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം എല്ലാ സമയ സന്ദർഭങ്ങളിലും നിലനിർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്തുകളോട് നീതി പുലർത്തി ഈ ലോകത്തോട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന മുവഹിദുകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കാൻ ലളിതമായിട്ടുള്ളതാണ്. മതവുമായി, മതകീയ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള പല ചർച്ചകളും സാമൂഹിക രംഗങ്ങളിലും അതിലേറെ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. യുക്തിവാദികളും ലിബറലിസ്റ്റുകളും നാസ്തികവാദികളും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പല പേരിട്ടുകൊണ്ട് മുസ്ലിം നാമധാരികളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് വലിയ ചർച്ചകൾ, റിലീജിയസ് ആയി ജീവിക്കുക, മതപരമായ വിധിവിലക്കുകൾ, ആരാധനകൾ, അനുഷ്ഠാന മുറകൾ, അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കുക എന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ സ്വതന്ത്രരായിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് യുക്തിഭദ്രമായ സംഗതി എന്നൊക്കെ പറയാറുണ്ട്. ഇതര മതങ്ങളെയെല്ലാം വിമർശിക്കുകയും ചർച്ചക്കെടുക്കുകയും ചെയ്യുന്നതിലുപരിയായി ഇസ്ലാമിനെയാണ് പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്താറുമുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ സിംപ്ലിസിറ്റി ആൻഡ് ബ്യൂട്ടി, അതിൻ്റെ ലാളിത്യവും സൗന്ദര്യവും അതാചരിച്ചു കൊണ്ടിരിക്കുന്ന, അതനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അറിയേണ്ടതുണ്ട്, അറിഞ്ഞ് ആചരിക്കുകയും ചെയ്യണം.
ദീനീ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ സാഹസത്തിന്റെ ആവശ്യമില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതത്തിന് അനുഗുണമാകുന്ന രൂപത്തിലാണ് ഈ ദീനിന്റെ വിധിവിലക്കുകൾ ഏത് വിഷയത്തിലായിരുന്നാലും നിശ്ചയിച്ച് തന്നിട്ടുള്ളത് എന്ന ബോധവും നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ നിരവധി സൂക്തങ്ങൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അല്ലാഹു ഈ ദീനീ ജീവിതത്തിലൂടെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാകുന്ന നിങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തിലൂടെ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് യുസ്റാണ്, ഈ എളുപ്പമാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, ഒരിക്കലും പടച്ച റബ്ബ് നിങ്ങൾക്ക് ഈ ദീൻ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ ഉസ്ർ ഉണ്ടാകണം, ബുദ്ധിമുട്ടുണ്ടാകണം, പ്രയാസമുണ്ടാകണം എന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 78-ാം സൂക്തത്തിലും അള്ളാഹു പറയാണ്, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല ഫിദ്ദീനി, ഈ മതത്തിൽ, മിൻ ഹറജ്, ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനീ വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അവൻ നിശ്ചയിച്ചു തന്നിട്ടില്ല. ഹറജ് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു സൂക്തം 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 6-ാം സൂക്തം, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ഹറജ്, ഡിഫിക്കൽറ്റീസ്, ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഈ മതത്തിന്റെ ഭാഗമായി നിർണയിച്ചു തന്നിട്ടില്ല. വലാകിൻ യുരീദു ലിയുതഹിറക്കും, നിങ്ങളെ വിശുദ്ധരാക്കുന്നതിന് വേണ്ടി, പരിശുദ്ധരാക്കുന്നതിനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലിയുതിമ്മ നിഅമതഹു, അവന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർണ്ണമായി ലഭിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, ആ വഴിക്ക് നിങ്ങൾ നിർവഹിക്കുന്നതിലൂടെ എല്ലാം പടച്ച റബ്ബിന്, പ്രപഞ്ചനാഥന്, സ്രഷ്ടാവിന് നന്ദി കാണിക്കുന്ന ആളുകളായി നിങ്ങൾ മാറിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായി നിശ്ചയിച്ച ഒരു കാര്യത്തിലും പ്രയാസം, ബുദ്ധിമുട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇനി ആമുഖമായി ഓതിവെച്ച ആയത്ത് 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 28-ാം സൂക്തത്തിൽ യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നു, അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് കാര്യങ്ങളെ ലഘൂകരിച്ച് തരാൻ വേണ്ടി, ഖഫീഫാക്കി തരാൻ വേണ്ടി. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ്. അപ്പോൾ മനുഷ്യന്റെ മനഃശാസ്ത്രം പടച്ച റബ്ബിന് അറിയാം. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലത്തും സമയത്തും ആചരിക്കാനും അനുഷ്ഠിക്കാനും ആരാധനകളായി നിർവഹിക്കാനും പറ്റുന്ന വിധത്തിലുള്ള പ്രായോഗികമായ കർമ്മകാര്യങ്ങളും വിശ്വാസ സംഹിതകളുമാണ് ഈ മതത്തിൻ്റെ ഭാഗമായി കൊണ്ട് പ്രവാചകന്മാരിലൂടെയും പ്രമാണങ്ങളിലൂടെയും പ്രബോധിത സമൂഹത്തെ, നമ്മെ, മറ്റുള്ളവരെ അറിയിച്ചിട്ടുള്ളത്. ഇനി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്തെ 2 സൂക്തങ്ങൾ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂക്തം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയുമാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ലാ തജഅൽനാ മാ ലാ ത്വാഖത ലനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കരുതേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതേ സൂക്തത്തിൽ തന്നെ നമ്മൾ പറയുകയാണ്, അള്ളാന്റെ ദീനിനെ കുറിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നുകൂടി ബോധ്യപ്പെടുത്തിയാണ് ഉറങ്ങണത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇതുമുണ്ട് ആ സൂക്തത്തിൽ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അള്ളാഹു അവരുടെ കഴിവിൽപ്പെട്ടതല്ലാതെ കൽപ്പിച്ചിട്ടില്ല എന്ന് പറയാണ്. അള്ളാഹു നമ്മുടെ കഴിവിൽപ്പെട്ടതേ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാണ് ഇതിലുള്ളതൊക്കെ. ഇനി അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുകയാണ് എങ്കിൽ പ്രധാനമായി 2 കാരണങ്ങളാണ് അതിൽ. ഒന്ന്, ഈ മതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദിക്ർ ദുആകളോ ഇതര കർമ്മ മേഖലകളോ മനുഷ്യന്റെ കൈക്കടത്തലുകൾക്ക് വിധേയമാകുക, പൗരോഹിത്യ ഇടപെടലുകൾ അതിൽ നടത്തുക. അങ്ങനെ മനുഷ്യൻക്ക് മത ആചരണവും അനുഷ്ഠാനവും ഒക്കെ വലിയ പ്രയാസമുള്ളതായി തീരും. ഇനി 2-ാമത്തെ കാരണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മീയതയെക്കുറിച്ച് അറിവില്ലാത്തവരായി നമ്മൾ മാറുക.
ഏതൊക്കെ എങ്ങനെയൊക്കെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതിലൂടെ നമ്മുടെ ഭക്തിയും സൂക്ഷ്മതയും ദീനീബോധവും കുറഞ്ഞു കഴിഞ്ഞാൽ നിർവഹിക്കേണ്ടത് തന്നെ നമുക്ക് ഭാരമായി തീരുന്ന അവസ്ഥയുണ്ടാകും. വെറുതെ അങ്ങനെ നമ്മൾ റിലീജിയസ് ആയി അങ്ങനെ ജീവിക്കും. അതിൻ്റെ സ്പിരിച്വൽ ആസ്പെക്റ്റ് നമ്മളിൽ നിന്ന് കൈമോശം വരികയും ചെയ്യും. അല്ലേ? ബഹളമയമായ അതേപോലെ തന്നെ ചിഹ്നങ്ങളിലൊക്കെ അഭിരമിച്ചുകൊണ്ട് ഞാനും മുസ്ലിമാണ് എന്ന് അതിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കാത്ത കോലത്തിലുള്ള ചില കർമ്മകാര്യങ്ങളിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും. അതിൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും, ആവേശമൊക്കെ ഉണ്ടാകും, പക്ഷെ മൂല്യം ഉണ്ടാകൂല. ചില്ലറകൾക്കാണ് ശബ്ദം ഉണ്ടാകുക, നോട്ടിന് ശബ്ദം ഉണ്ടാകൂല. ഏതാണ് കൂടുതൽ മൂല്യമായി തീരുന്നത്? കടലിൻ്റെ കരയിൽ നിന്ന് കടലിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ മുകൾ പരപ്പിൽ വലിയ തിരമാലകളെ കൊണ്ടുള്ള ശബ്ദമയമായ അന്തരീക്ഷം ഉണ്ടാകും. എന്നാൽ കൂടുതൽ കൂടുതൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങും തോറും വല്ലാത്ത ഒരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ അടിത്തട്ടിലേക്ക് എത്തുന്നതിനനുസരിച്ച് പവിഴപ്പുറ്റുകളും മൂല്യമുള്ള ഒരുപാട് കാര്യങ്ങളും കണ്ടെത്തുവാൻ കഴിയും എന്നതുപോലെയാണ് മതത്തെ കൂടുതൽ കൂടുതൽ അറിഞ്ഞ് ആചരിക്കുന്ന സമയത്ത് വല്ലാത്ത ഒരു ശാന്തതയും സ്വസ്ഥതയും ലാളിത്യവും, അതേപോലെ നമുക്ക് മനുഷ്യൻ അവൻ്റെ മനസ്സിന് എന്തൊക്കെയാണോ ഈ ലോക ജീവിതത്തിൽ വേണ്ടത് എങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരം നൽകുന്ന ഏറ്റവും ഉന്നതമായ ബ്യൂട്ടിഫുൾ ആയ ഒരു ജീവിത ദർശനമായി അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരിക്കലും അള്ളാഹു ലളിതപൂർണമാക്കിയ ഈ ദീനിനെ നമ്മളായിട്ട് കൈക്കടത്തലുകൾ നടത്തിയിട്ടും അല്പജ്ഞാനം കൊണ്ടും വലിയൊരു ഹെവി ടാസ്ക് ആക്കിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. പുതിയ കാലത്തിൻ്റെ ഒരു ഡയലോഗ് തന്നെ കുട്ടികളും ന്യൂജനൊക്കെ പറയാറുള്ളത്, നമ്മളും പരസ്പരം പങ്കുവെക്കാറുള്ളത് ടേക്ക് ഇറ്റ് ഈസി എന്നാണ്. എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് അതിനൊരു ഈസി ആക്കി നീ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നാണ്. ദ റിലീജൻ ഈസ് വെരി ഈസി. മതവും വളരെ എളുപ്പമുള്ള സംഗതിയാണ്. വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങൾ അതാണ് അറിയിക്കുന്നത്. ഒരു ഭാരവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഈ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ തീവ്ര നിലപാടെടുക്കുക, അതിവാദവും അതിരുകടന്ന വാദത്തിലേക്കുമൊക്കെ പോകുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനിശ്ചിതമായി കൊണ്ട് വിമർശിക്കുകയും അതൊരിക്കലും വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ ആ പദങ്ങൾ പ്രയോഗിക്കപ്പെട്ടത് 3 തരത്തിലാണ്. ഒന്ന് ഉലുവ് എന്ന്, അത് ഖുർആനിലുമുണ്ട്. അതേപോലെ തന്നെ തശദ്ദുദ് എന്ന്, അതുപോലെ തന്നെ തനത്തുഅ് എന്ന്. അങ്ങനെയൊക്കെയാണ് 3 തരത്തിൽ. അഥവാ അമിതമാകുക, അതിര് കവിയുക, തീവ്രമാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇയ്യാക്കും വൽ ഉലുവ്, നിങ്ങൾ ഉലുവിനെ അമിതമാകുന്നതിനെ മതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചതിനപ്പുറം സൂക്ഷ്മതയുള്ള ആളുകളായി തീരാൻ വേണ്ടി ആവേശം കാണിക്കുക. ഇയ്യാക്കും വൽ ഉലുവ ഫിദ്ദീൻ, മതത്തിൽ നിങ്ങൾ അതിര് കവിയുന്നതിനെ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും വൽ ഉലുവ ഫിദ്ദീൻ, നിങ്ങളുടെ മുൻഗാമികളിൽ പലരും നശിച്ചു പോയിട്ടുള്ളത് അവർക്ക് ദീന് നഷ്ടപ്പെടാനുള്ള കാരണം ദീനിന്റെ പേരിൽ അവർ ഉലുവ്, അതിര് കടക്കുന്ന അവസ്ഥയുണ്ടാകി. ഇന്ന ഹാദ ദീന യുസ്റുൻ, തീർച്ചയായിട്ടും ഈ മതം എന്ന് പറയുന്നത് മിതമാണ്, ഇത് എളുപ്പമാണ്. മതം മിതമാണ്, മതമാകരുത്. ആനക്ക് മതമളകുക നമ്മൾ കേട്ടില്ലേ, ദയാന്നുള്ള ദ. എന്നാൽ മതം എന്ന് പറയുന്നത് മിതമായ ഒരു സംഗതിയാണ് എന്ന്. അതേപോലെ തന്നെ മുത്തനത്യഉമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലക്കൽ മുത്തനത്യഊൻ, ഹലക്കൽ മുത്തനത്യഊൻ, ഹലക്കൽ മുത്തനത്യഊൻ. അതിവാദക്കാർ, അമിതമായി മതത്തിന്റെ പേരിൽ വാദിക്കുന്ന ആളുകൾ, തീവ്രവാദക്കാരെ, അവര് നശിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ പറയാൻ. എന്നിട്ട് പ്രഗത്ഭരായ മുഹദ്ദിസുകളെ അതേപോലെ പണ്ഡിതന്മാരെ ആ ഹദീസിനെ വിശകലനം ചെയ്തു. നവവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിൽ തനത്തുഅ് എന്ന പദത്തെ വിശകലനം ചെയ്തപ്പോൾ ഒരു വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചർച്ച ചെയ്ത് അതിൽ സങ്കീർണതയുണ്ടാക്കുന്നതിനെയാണ് തനത്തുഅ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന്. അതിൽ പോസിറ്റീവ് തേടിയിട്ടല്ല, കൂടുതൽ ചിദ്രതയിലേക്ക്, ഭിന്നതയിലേക്ക്, തീവ്രതയിലേക്ക്, പ്രയോഗവൽക്കരിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് ഒരു വിഷയത്തെ കൊണ്ടുപോകുന്ന ചർച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തനത്തുഅയിൽ പെടുമെന്ന് പറയാണ്. അതുപോലെ തന്നെ മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, 2 തരത്തിലാണ് വിശ്വാസികളെ പിശാച് പിടികൂടുക. ഒന്ന്, ചെയ്യേണ്ട പറയപ്പെട്ട രൂപത്തിലും അതിൻ്റെ കൃത്യതയിലും സൂക്ഷ്മതയിലും ഒരു കാര്യം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വസ്വാസുകൾ ഉണ്ടാക്കും. എന്നാൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളെ കൂടുതൽ തീവ്രമായി പരിധി വിട്ടുകൊണ്ട് ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കും അവനെ എത്തിക്കും. ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മധ്യമ മാർഗമാണ് എന്നാണ്, മിതത്വമുള്ള ദീനാണ്. അഹ്ലു കിതാബിനോട്
അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിലൂടെ നമ്മെ അറിയിച്ചത് യാ അഹ്ലൽ കിതാബ് 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 71-ാം സൂക്തം യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് അല്ലയോ വേദക്കാരെ ലാ തഗ്ലൂ ഫീ ദീനികും നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിര് കവിയരുത് വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഹഖല്ലാതെ യാഥാർത്ഥ്യമല്ലാതെ അള്ളാന്റെ പേരിൽ നിങ്ങൾ പറയാൻ പാടില്ല എന്ന്. വിശ്വാസ വിഷയത്തിൽ അവർ ട്രിനിറ്റി ഉണ്ടാക്കി, 3 കൂടിയതാണ് 1 എന്നവർ പറഞ്ഞു. പരിശുദ്ധാത്മാവും യഹോവ ഇങ്ങനെ മനുഷ്യർക്ക് തിരിയാത്ത കോലത്തിലുള്ള സങ്കീർണതകൾ ഭാരമുണ്ടാക്കി മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ഇഞ്ചീലിൻ്റെ, ബൈബിളിൻ്റെ, സബൂറിൻ്റെ ഒക്കെ വിശ്വാസ വിഷയത്തിൽ ആ വിശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതാണ് അതിര് കവിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമികേതര വിശ്വാസങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തെ ലളിത സുന്ദരമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയും ചെയ്തു. ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വണ്ണസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഏകത്വം. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക കാര്യം അല്ലാഹു ഏകനാകുന്നു. ഇതല്ലാത്ത അഭൗതികമായ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഇതര വിശ്വാസ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സങ്കീർണതകളും ഭാരങ്ങളുമാണ് മനുഷ്യർക്കുണ്ടാകുന്നത്. അത് ആൾദൈവ സംസ്കാരത്തിലേക്കായിരുന്നാലും അമ്മമാരിലേക്കും ബാബമാരിലേക്കായിരുന്നാലും ഈ അടുത്ത് UP-യിൽ 100-ലധികം ആളുകളാണ് ഒരാൾദൈവത്തിൻ്റെ ചവിട്ടിയ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ആവേശം കാണിച്ച് അതിൽ മരിച്ചു പിരിഞ്ഞ ആളുകൾ, 100-ലധികം ആളുകൾ. ചൂഷണങ്ങൾ, നഗ്നപൂജകൾ, ഇങ്ങനെ പലതും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെക്കുള്ള കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലളിതമായി, കൃത്യമായി, വ്യക്തമായി അവനെക്കുറിച്ചുള്ള അറിവ് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തന്നു. അത് ആർക്കും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ളതാണ്. അതിന് കവിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം. അത് വിശ്വാസത്തിൽ മാത്രമല്ല, ഇനി അനുഷ്ഠാനമുറ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിടത്തൊക്കെ ലളിതമായ രൂപത്തിലാണ് ആ സംഗതികൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് 3 ആളുകൾ വരികയാണ്. ആ 3 ആളുകൾ വന്നുകൊണ്ട് അവർ പ്രവാചകന്റെ ദീനീ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ നമുക്കറിയാം. പ്രവാചകന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കി, പ്രവാചകനായതുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി, നമ്മൾ പ്രവാചകനല്ല, അതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ചെയ്തെങ്കിലേ നമ്മുടെ മതം അതിൻ്റെ ഒരു ഗൗരവത്തിലും അതിൻ്റെ ഒരു സൂക്ഷ്മതയിലും അതിൻ്റെ ഒരു ഉന്നതിയിലും എത്തുകയുള്ളൂ എന്ന് അവർ ചിന്തിച്ച് പിരിഞ്ഞു പോകുക. എന്നിട്ട് അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഫലാ അനാം, ഞാൻ ഉറങ്ങുകയില്ല, ഞാൻ ഉറങ്ങൂല, അങ്ങനെ രാത്രി നിസ്കരിക്കും എന്നുള്ള അർത്ഥം. വല്ലാഹർ, മറ്റൊരുത്തം പറഞ്ഞു, അമാ അന ഫലാ ഉഫ്തിർ, ഞാൻ ഇനി നോമ്പ് മുറിക്കണ, എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ്. വല്ലാഹർ കാല, മൂന്നാമത്തെ ആൾ പറഞ്ഞു, അമാ എന്നാൽ അനഫല അതസവ്വജ്, ഞാൻ കല്യാണം കഴിക്കൂല, വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് കുടുംബം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യും, മാറി സഞ്ചരിക്കേണ്ടി വരും എന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ചിന്തിക്കുക അല്ലേ. അത് ഈ ഇതര മതവിഭാഗങ്ങളിലൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ മണവാട്ടികളായി മാറുക, പുരോഹിതന്മാരായി തീരുക എന്ന് പ്രകൃതി വിരുദ്ധമായ, മതവിരുദ്ധമായ, അവർക്ക് പോലും കൊണ്ടു നടക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സംഗതികളിലേക്ക് എത്തിയതിൻ്റെ പ്രയാസങ്ങൾ എന്താണ് എന്ന് ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ സന്ദർശിക്കുന്ന സമയത്ത് പോപ്പുമാര് അല്ലേ മാപ്പ് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും പത്രമാധ്യമ മീഡിയകളിൽ നമ്മൾ കാണാറുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രതിജ്ഞ പുതുക്കി നന്നാകാൻ തീരുമാനിച്ച് നല്ല റിലീജിയസ് ആയി ജീവിക്കാൻ നിയ്യത്താക്കി പോയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ അഡ്വൈസ് കൊടുക്കുകയാണ്. പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങളിൽ അങ്ങനെ കൂടെയുണ്ട്. ആ വന്ന ആളുകളെ ഡയറക്റ്റായി സൂചിപ്പിച്ചുകൊണ്ടല്ല. സ്റ്റൈൽ ഓഫ് പ്രോഫറ്റിക് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം, ഒരു ഉപദേശം ലഭിക്കട്ടെ എന്ന നിലക്ക് പ്രവാചകൻ മിമ്പറിൽ കയറി ഖതബഹും വഹദറഹും, പ്രവാചകൻ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു സംസാരം നിർവഹിച്ചു, താക്കീത് നൽകി. മാ ബാലു അഖ്വാമിൻ, ചില ആളുകൾക്ക് എന്ത് പറ്റി എന്ന പ്രവാചകൻ പറഞ്ഞത് നേർക്ക് നേരെ മെൻഷൻ ചെയ്യാതെ. കാരണം ഒരു നെഗറ്റീവ്, ഒരു തിന്മ വരുന്ന സമയത്ത് അവരെ സംസ്കരിച്ചെടുക്കാൻ പ്രവാചകൻ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ശൈലിയാണ് പ്രവാചകൻ സ്വീകരിച്ചത്. മാ ബാലു അഖ്വാമിൻ, ഈ സമൂഹത്തിന് എന്ത് പറ്റി? അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും, അല്ലാഹുവാണ് സത്യം, ഞാനാണ് നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവൻ, അല്ലാഹുവിനോട് ഭയഭക്തിയുള്ളവൻ. വഅത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവൻ. വലാകിന്നി, പക്ഷേ ഞാൻ ഉസല്ലി
ഞാൻ നമസ്കരിക്കുന്നു, വ അനാം ഞാൻ ഉറങ്ങാറുമുണ്ട്, വ അസൂമു ഞാൻ നോമ്പ് നോൽക്കും, വ അഫ്തിറു ഞാൻ നോമ്പ് മുറിക്കാറുണ്ട്, വ അതസവ്വജു നിസാ ഞാൻ കല്യാണവും കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ പ്രായോഗികമായ ലളിതമായ കൊണ്ടു നടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഈ മതത്തിന്റെ മിതഭാഗത്തിൽ നിന്ന് ആരാണോ മാറി സഞ്ചരിക്കുന്നത് എങ്കിൽ അവരെന്റെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരല്ല, എന്റെ ചര്യക്ക് എതിര് നിൽക്കുന്നവരാണ് എന്ന്. ഫലൈസ മിന്നീ അവർ എന്നിൽപ്പെട്ടവരല്ല. എത്രയാ അതിന്റെ ഗൗരവം? അപ്പോൾ ഓവറാക്കണ്ട. അല്ലേ? ലളിതമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ദീനിലുള്ളൂ എന്ന്. ഒരു സഹാബി നേർച്ച നേരുക, നോമ്പ് നോറ്റിട്ട് ആ നോമ്പിന്റെ പ്രതിഫലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലത്ത് നിൽക്കുന്നതാണ്. പ്രവാചകൻ അറിഞ്ഞു, കണ്ടു, നിർത്താൻ പറയുക, അവസാനിപ്പിക്കാൻ പറയുക. അങ്ങനെ ഒരു നോമ്പ് ഒൽക്കലില്ല, അങ്ങനെ ഒരു തീവ്രത ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പുണ്യം രേഖപ്പെടുത്തപ്പെടുന്നത് ആ കണക്കിലല്ല എന്നാണ്. ഒരു സ്ത്രീ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് നടന്ന് നേർച്ച നേരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറ്റി, ഒട്ടകപ്പുറത്ത് കയറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലേ? മുമ്പ് ഒരു ഹജ്ജിന് നടന്നു പോണ പാളവിടത്തെ ഔലിയക്കായി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ്. അള്ളാഹിൻ്റെ ദീന് അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ലേ? നിർവഹിക്കാൻ പറയുന്നത് അതിൻ്റെ ആ കോലത്തിലും രൂപത്തിലൊക്കെ നിർവഹിച്ചാൽ മതി. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ? ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കുക. കിടന്നിട്ടും അതേപോലെ തന്നെ കൈകളൊന്നും വെച്ചിട്ടും ആ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയില്ല, ആംഗ്യമായിട്ട് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അതേപോലെ തന്നെ ജംഉ ഖസ്ർ, റുഖ്സ എടുക്കാം, എളുപ്പമെടുക്കാം. രണ്ട് നമസ്കാരങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് പ്രവാചകന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അംറൈൻ, രണ്ട് കാര്യങ്ങൾ രണ്ട് നിലക്ക് ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞാൽ, രണ്ട് രൂപത്തിൽ ചെയ്യാമെന്ന നിലക്കുള്ള പ്രവർത്തനം പ്രവാചകന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഇല്ലാ അഖദ ഐസറുഹാ, അതിൽ എളുപ്പമുള്ള രൂപത്തെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന്. അപ്പൊ എളുപ്പമുള്ള രൂപത്തെയാണ് പ്രവാചകൻ സ്വീകരിച്ചത്. അപ്പൊ നമ്മൾ ടഫാക്കണ്ട. ഈമാനും തഖ്വയും കൂട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത മേഖലയിൽ വോൾട്ടേജ് കൂട്ടിയിട്ട് ദീന് തെളിയിക്കേണ്ട ആവശ്യം ഇസ്ലാമിക ഉമ്മത്തിന് പ്രവാചകൻ നിർദ്ദേശിച്ച് തന്നിട്ടില്ല. ഒരിക്കൽ പ്രവാചകൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. ഫൈദാ ഹബ്ലുൻ മംദൂദ്, സ്ത്രീകളുടെ ഭാഗത്ത് ഫൈദാ ഹബ്ലുൻ മംദൂദ്, രണ്ട് തൂണുകൾക്കിടയിൽ കെട്ടിയിടപ്പെട്ട ഒരു കയറ് കാണാൻ, നീട്ടപ്പെട്ട കയറ്. ഫഖാല, അപ്പോൾ റസൂൽ ചോദിച്ചു, മാ ഹാദൽ ഹബ്ലു, ഈ കയറെന്താണ് എന്ന്. ഹാദാ ഹബ്ലു ലി സൈനബ്, റസൂലെ അത് സൈനബിന്റെ കയറാണ് എന്ന്. അപ്പൊ എന്തിനാണ് അവൾ ഈ കയറ് കെട്ടിയിട്ടുള്ളത്? നമസ്കരിക്കുമ്പോൾ ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിയിട്ട കയറാണ് റസൂലെ എന്ന്. ആ സമയത്ത് ഫഖാലൻ നബിയു ഹുല്ലൂഹു, അത് അഴിച്ചു മാറ്റുക, ആ കയറ് അഴിച്ചു മാറ്റുക, അതിനെ പിടിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലി യുസല്ലി അഹദുക്കും നശാത, നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഉന്മേഷ സമയത്ത് നമസ്കാരം നിർവഹിച്ചാൽ മതി. ഫൈദാ ഫതറ ഔ തഅബ, ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഫൽയർഖുദ്, അവർ പോയി ഉറങ്ങട്ടെ എന്നാണ്. അല്ലേ? മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന, ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന കോലത്തിൽ ആരാധനകൾ നിർവഹിക്കണ്ട എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രബോധന രംഗത്ത് യാത്രാ സംഘങ്ങളെ, നിവേദക സംഘങ്ങളെ, ദഅവാ സംഘങ്ങളെ അയക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത നിർദ്ദേശം എന്താ? അബൂ മൂസൽ അശ്അരിയോടും മുആദ് ഇബ്നു ജബലിനോടും യമനിലേക്കുള്ള പ്രതിനിധി സംഘമായി, ദഅവാ സംഘമായി അയച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, യസ്സിറൂ, നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കണം. വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത്. ബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്. ദീനിനെ കുറിച്ച്, മതത്തെക്കുറിച്ച് ജനമനസ്സുകളിൽ വെറുപ്പും അതേപോലെ തന്നെ വിരക്തിയും ഉണ്ടാക്കുന്ന രൂപത്തിലായിരിക്കരുത് നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ സഹവാസങ്ങൾ, നിങ്ങളുടെ സംബോധനകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നദ്ദീന യുസ്റുൻ, മതം എന്ന് പറയുന്നത് എളുപ്പമാണ്. വലാ യുസാദദ്ദീനു ഇല്ലാ ഗലബഹു, ആരെങ്കിലും മതത്തിന്റെ പേര് പറഞ്ഞ് അതിൽ കഠിനതകൾ കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ
അവനെ മതം കീഴ്പ്പെടുത്തി കളയും. മതത്തെ കീഴ്പ്പെടുത്താൻ പിന്നെ അവനക്ക് സാധിക്കുകയില്ല. ഫസ്ദിദു, അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നേരെ ചൊവ്വേ നിലക്കുള്ള വഖാരിബു, അള്ളാഹു പറഞ്ഞ ദീനിന്റെ വിധിവിലക്കനുസരിച്ച് അവരിലേക്ക് അടുക്കുക. വാ ബിശ്റു, നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കുകളായി മാറുക, സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ടിരിക്കുക. വസ്തഈനു, അങ്ങനെ അള്ളാഹുവിനോട് സഹായം തേടുക. ബിൽ ഗുദ്വതി വറൗഹ, പ്രഭാതത്തിലും പ്രദോഷത്തിലും, രാത്രിയിൽ അല്പസമയങ്ങളിലുമായി. ഇങ്ങനെ പറയപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് നിർവഹിക്കേണ്ട ദീനീ ജീവിതമായി തീരും. അപ്പോൾ ഉലുവ്, തശദ്ദുദ്, തനത്തുഅ് ഒരിക്കലും മതം അംഗീകരിച്ചിട്ടില്ല. ലാളിത്യമാണ് മതത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത്. അത് അതിൻ്റെതായ രൂപത്തിൽ നിർവഹിച്ചാചരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയറല്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ ദീനി വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ സർവ്വ സന്ദർഭങ്ങളിലും പ്രവാചകൻ പഠിപ്പിച്ച പ്രാമാണിക രൂപത്തിൽ പ്രാവർത്തികമാക്കുന്ന ശ്രദ്ധയും കരുതലും തഖ്വയും തസ്കിയത്തും നിലനിർത്തേണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട്, പല വിഷയങ്ങളിലും അതിജീവനം ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥനകളും ഇടപെടലുകളും ഒക്കെയായി നമ്മുടെ വ്യക്തി, ദാമ്പത്യ, കുടുംബ, സാമൂഹിക ഉപജീവന കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പരിതസ്ഥിതിയിൽ തന്നെ അന്തർദേശീയ തലത്തിൽ, ദേശീയ തലത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും നമുക്കുണ്ട്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ ധാരണ സർവ വിഷയങ്ങളിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം. എന്നിട്ട് എങ്ങനെയാണോ ഇടപെടാൻ സാധിക്കുക എങ്കിൽ ആ ഒരർത്ഥത്തിൽ നന്മയിൽ ഇടപെട്ടു പോകാനുള്ളൊരു മനസ്സും ചിന്തയും വികാര വിചാരവുമൊക്കെ ഉണ്ടാകണം. അതിൽ അന്തർദേശീയ തലത്തിൽ നമുക്കറിയാം, ഒക്ടോബർ 7, 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ, ഇന്ന് ഒക്ടോബർ 4, ഒക്ടോബർ 7 കഴിഞ്ഞ വർഷമാണ് ഇസ്രായേൽ സയനിസ്റ്റ് രാഷ്ട്രം അതിനിഷ്ഠൂരമായ വംശീയ ഉന്മൂലനത്തിന് പലസ്തീനിൻ്റെ മണ്ണിൽ തുടക്കം കുറിച്ചത്. 75ഓളം വർഷമായി പലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ, യാതനകൾ, ഉന്മൂലനങ്ങളൊക്കെ അറിയാവുന്നവരും ഈ മിമ്പറിൽ വെച്ച് ഒരു വർഷത്തോളമായി ഫലസ്തീൻ എന്ന പദം ഉച്ചരിക്കാതെ ഒരു ഖുതുബയും ഒരു പ്രാർത്ഥനയും അവസാനിപ്പിച്ചിട്ടുണ്ടാവുകയില്ല എന്നാണ് എൻ്റെ കോൺഷ്യസ്, എൻ്റെ ബോധം. ഏതായിരുന്നാലും ആ വിഷയം ഇപ്പോൾ എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും എവിടേക്കും എത്താൻ സാധ്യതയുണ്ട് എന്നിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് അതിൽ നിസ്സംഗരായി നിൽക്കാതെ സമ്മർദ്ദ ശക്തികളായി പല വിധത്തിൽ ഇടപെടേണ്ട ആളുകളൊക്കെ നിസ്സംഗരായി നിന്നതിൻ്റെ പേരിൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ 5% അതിൻ്റെ വില കൂടി എന്നാണ്. പണ്ട് ചൈനയിലെ ഹുവാൻ സിറ്റിയിൽ കോവിഡ് ഉണ്ടായപ്പോൾ അത് അങ്ങ് അവിടെയല്ലേ എന്ന് വിചാരിച്ചു, പിന്നെ ഇവിടെ നമ്മുടെ അംഗൻവാടികളും കോളേജുകളും സ്കൂളുകളും കടകളും സർവ്വതും അടക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾ അനുഭവിച്ചവരാണ്. അത് ലബനാനിലല്ലേ, ഫലസ്തീനിലല്ലേ, ഗസയിലല്ലേ, വെസ്റ്റ് ബാങ്കിലല്ലേ, യമനിലല്ലേ, ഏറിപ്പോയാൽ അങ്ങ് ഇറാനിലുമല്ലേ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണയൊക്കെ മാറ്റേണ്ട സമയമായി. ഇവിടെ ഇവിടെ ഫലസ്തീനാണ്, ഗസയാണ്, അതുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോരാടുന്നവരാണ് നീതിയുടെ പക്ഷത്ത്, മനുഷ്യാവകാശത്തിൻ്റെ പക്ഷത്ത്, ധർമ്മത്തിൻ്റെ പക്ഷത്ത് എന്ന് നമ്മൾക്ക് ആദ്യം ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അതിന് ഓശാന പാടുന്ന, അവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വംശീയ ഉന്മൂലനത്തിൻ്റെ വക്താക്കളാണ്. അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ്.
ഇപ്പോൾ അവസാനം ഇപ്പോൾ ഇറാനിൻ്റെ പിന്നെ ഒരു തിരിച്ചടി അവർ അനുഭവിച്ചതും അവരുടെ നേതാക്കന്മാരെ ഹിഡനായിക്കൊണ്ട് മൊസാദ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കൊല ചെയ്തതൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ ഇറാൻ ഇതിൽ ഇടപെട്ടു. ഇനി അത് എങ്ങോട്ടെടുക്കുമെന്ന് പറയാൻ സാധ്യമല്ല. ആര് ഇടപെട്ട് കഴിഞ്ഞാലും നിലവിൽ ഈ നിലപാടുകളൊന്ന് പുതുക്കാൻ അറബ് രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇത് ഇനി രമ്യമായി പരിഹരിക്കപ്പെടണം, ഇനി വലിയ പ്രയാസങ്ങളിലേക്ക് ഇത് പോകാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു തരത്തിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്താൻ പാടില്ല, പകരം വീട്ടാൻ പാടില്ല. അതാണ് ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കോലം എവിടേക്കെടുക്കുമെന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഇനിയും ഇറാനിൽ ആളുകൾ കൊല്ലപ്പെടരുത്. ഏത് മനുഷ്യൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും കൊന്നതിന് തുല്യാണെന്നൊക്കെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളാണ് നമ്മൾ. അതേപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗസയിൽ 42,000-ഓളം എത്തി. ഒരാഴ്ച കൊണ്ട് ലബനാനിൽ 2,000-ഓളം ആളുകളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. ലബനാനിലേക്കുള്ള അതിക്രമം തുടങ്ങിയപ്പോൾ അമേരിക്ക ചെയ്തു കൊടുത്തത് $8.7 ബില്യൺ ആയുധം ഇറക്കി കൊടുക്കുക. $8.7 ബില്യൺ ആയുധം. അവ യുദ്ധം ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് ഫലസ്തീൻ അതോറിറ്റീസ്, അഥവാ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ആളുകളും അമേരിക്കയും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അമേരിക്ക ഇതിൽ സ്റ്റോപ്പ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതി അവിടെ നിൽക്കും. അപ്പം നിലവിൽ നമുക്കിത് പറയാനേ സാധിക്കുകയുള്ളൂ. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ വേണ്ടി, ലബനാനിനെ ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ബേസ്മെന്റുകളും ഞങ്ങളുടെ ഭൂപ്രദേശങ്ങളും ഞങ്ങളുടെ ആകാശ വ്യോമ മേഖലകളും നിങ്ങൾ ഇനി ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവം, ആ ഒരു നട്ടെല്ല് ഖത്തറും കുവൈത്തും സൗദിയും ജോർദാനും ഒക്കെ പറഞ്ഞാൽ ഈ സംഗതി അതിൻ്റെ നോർമൽ സ്റ്റാറ്റസിലേക്ക് വരും. അല്ലേ? യുദ്ധത്തിലേക്കൊന്നും ഇറങ്ങണ്ട, അമേരിക്ക ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങളുടെ സംവിധാനങ്ങൾ നിങ്ങൾ ഇവിടെ കൊടുന്നൊരുക്കി, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ പട്ടാളത്തെ തീറ്റിപ്പോറ്റി ഞങ്ങളോട് എന്തെങ്കിലും കൂറുണ്ട് എങ്കിൽ ഇനിയും പാവപ്പെട്ട മനുഷ്യരുടെ കബന്ധങ്ങൾ ഈ പശ്ചിമേഷ്യയെ ഇങ്ങനെയൊരു മനുഷ്യന്റെ ജീർണിച്ച മൃതദേഹം മണക്കുന്ന മണ്ണാക്കി മാറ്റാതിരിക്കാൻ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? സയനിസ്റ്റ് രാജ്യത്തിന്റെ കൈപിടിച്ചുകൂടെ? ബില്യൺ കണക്കിന് ആയുധം ഇറക്കിക്കൊടുക്കുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? ഒരു ഭാഗത്ത് ഇതിന്റെ സന്ധിയുടെ ദൂതനായിട്ടും മറുഭാഗത്ത് ആയുധങ്ങൾ ഇറക്കിക്കൊടുത്തുകൊണ്ട് എല്ലാ ഓശാരവും ചെയ്യുന്ന ഈ സാമ്രാജ്യത്തെ രാഷ്ട്രത്തെ അറിയാത്ത ആരാളുള്ളത്? പച്ചയായ യാഥാർത്ഥ്യം. ഇനിയെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ ഉണരണം, ഇനിയെങ്കിലും ഉണരണം. പകരം വീട്ടാൻ തക്കം പാർത്തിരിക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ അവരത് വീട്ടണമെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ട് വേണം അമേരിക്കക്ക്, ഇസ്രായേലിന്. പശ്ചിമേഷ്യയുടെ ഫലസ്തീനും അതേപോലെ തന്നെ ഹൂതികളും ഹമാസും അതേപോലെ ഇറാഖിലെ ചില ടീമുകളും അതുപോലെ തന്നെ മറ്റു ചില അവാന്തര വിഭാഗങ്ങളും ഒക്കെ അല്ലാത്ത ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇനിയും പശ്ചിമേഷ്യ കത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലെങ്കിലും, ആ ഒരു നിലപാടിലേക്കെങ്കിലും എത്തണം. ഗസയിലും ലബനാനിലും ചിതറിക്കിടക്കുന്ന കുഞ്ഞു മക്കളുടെ മൃതദേഹങ്ങളെക്കാൾ തെൽ അവീവിന് ചുറ്റിക്കിടക്കുന്ന ഏതാനും മിസൈൽ തുണ്ടുകൾ ഇറാന് ഒരു 150 മിസൈലാണ്ട് അയച്ചപ്പോൾ അതിനെക്കുറിച്ചാണ് മനുഷ്യാവകാശ ധ്വംസനം ഇസ്രായേലിന്റെ പരമാധികാരത്തിൽ കടന്നു എന്നാണ്. എന്നിട്ട് ഗുട്രസ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിയിൽ പ്രസ്താവന ഇറക്കിയില്ല. ഇറാനെ അപലപിച്ചില്ല എന്നതിന്റെ പേരിൽ ഗുട്രസിനെ ഇസ്രായേലിന്റെ മണ്ണ് ചവിട്ടാനുള്ള സമ്മതം ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പിന്നെ ഇസ്രായേൽ തിട്ടൂരം ഇറക്കിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക്, അറബ് രാഷ്ട്രങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് നീക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങളിങ്ങനെ പത്രത്തിലൊക്കെ കാണും, ചില കാര്യങ്ങളൊക്കെ ചെയ്യും, ആഗോള സഖ്യം ഉണ്ടാക്കും, ഫലസ്തീൻ്റെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് വേണ്ടി സൗദി നേതൃത്വം കൊടുക്കുന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാ? ബംഗ്ലാദേശിൽ നിന്ന് ഹസീന ഓടിപ്പോയ ഗതികേട് അറബ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലെ അണികൾ അവർ ഈ കണ്ടിട്ട് മനുഷ്യന്റെ മനസ്സ് മരവിക്കുമ്പോൾ എതിരാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതാനും ചില ചെപ്പടി വിദ്യകൾ മാത്രം. അതല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ മിമ്പറിൽ? അതിനെന്തൊക്കെ സൊല്യൂഷൻസ് അറബ് രാഷ്ട്രങ്ങളുടെ സാധ്യതകൾ പറഞ്ഞിരുന്നു. ജോർദാന്റെ വ്യോമയാൻ അതിർത്തിയില്ലാതെ ഒരിക്കലും ഇസ്രായേലിന് ഇറാനിലേക്ക് ഒന്നും വിടാൻ കഴിയില്ല. മുമ്പന്നൊന്ന് വിട്ടപ്പോൾ ജോർദാൻ പറയാ, ഇറാനിൽ വന്ന മിസൈൽ ഞങ്ങളാ തകർത്തത് എന്ന്. ഇസ്രായേലിനെ അമേരിക്കനും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജാതി ഭരണാധികാരികൾ.
ഇതെങ്ങനെ നമ്മൾ പറയാതിരിക്കും? പറഞ്ഞുകൊണ്ടെങ്കിലും നീതിയുടെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്ത്, മനുഷ്യാവകാശങ്ങളുടെ പക്ഷത്ത്, കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ പക്ഷത്ത് ഞാൻ കരഞ്ഞുപോയി. 2-3 ദിവസം മുമ്പുള്ള ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ പേജർ അക്രമത്തെക്കുറിച്ചുണ്ടായിരുന്നു നല്ല റിപ്പോർട്ട്. അതിൽ ലബനാനിലെ ഒരു ഗ്രാമത്തിൽ, അവിടെ പിന്നെ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് അടുക്കളയിൽ, പേജർ എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉപകരണം, ആ ഉപകരണം അടുക്കളയിൽ അത് റിങ് ചെയ്തപ്പോൾ അതെടുത്ത് വാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കുക. 9 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവളുടെ മുഖവും ശരീരവും വികൃതമായി കൊല്ലപ്പെടുകയുണ്ടായി. എത്ര ആളുകൾ, എത്ര സാധാരണക്കാർ, 5000-ലധികം ആളുകൾക്ക് പരിക്ക്, കാലുപോയവർ, കണ്ണുപോയവർ, തല പോയവർ, എല്ലാം നഷ്ടപ്പെട്ടവർ. ഷോപ്പിംഗ് മാളുകളിൽ, അങ്ങാടികളിൽ, വിദ്യാലയങ്ങളിൽ, കുട്ടികളിൽ. നോക്കൂ, ഇതൊന്നും മനുഷ്യാവകാശ ധ്വംസനത്തിൽ പെടുന്നില്ല, ഇത് മനസ്സിലാകണില്ല. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഏറ്റവും നിർണായകമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. നിലപാടെടുക്കേണ്ട വിധത്തിൽ നിലപാടെടുക്കുക. അവരെന്തെടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കണം. ഒരു നാടിൻ്റെ, ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. പല നഷ്ടങ്ങളും അവർക്കുണ്ടാകും. അങ്ങനെ നഷ്ടങ്ങളുണ്ടാകാതെ, ത്യാഗങ്ങളുണ്ടാകാതെ അധിനിവേശങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ അത് ഏറ്റുവാങ്ങിയ ഒരു മണ്ണിനും സാധിച്ചിട്ടില്ല എന്നത് ലോകചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന വസ്തുത കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിർണായകമായ നീക്കങ്ങളെ ആരിലൂടെയായിരുന്നാലും മനുഷ്യാവകാശ പീഡിത വിഷയങ്ങൾ എന്ന നിലക്ക് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സമാധാനം സംസ്ഥാപിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അത്തരത്തിലുള്ള അരാജകത്വങ്ങളെ തൊട്ട്, അരക്ഷിതാവസ്ഥകളെ തൊട്ട് അവരെ, ഞങ്ങളെ നീ സംരക്ഷിക്കണമേ നാഥ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, പോരാളികൾക്ക് നീ സ്ഥൈര്യം നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. സാത്തോത്ത് ഫൗസിയ സാഹിബ, അതേപോലെ തന്നെ പൂഴിക്കണ്ടി മഹ്മൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇരുവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെയും അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ മരണപ്പെട്ടവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ചികിത്സാ വിഷയത്തിൽ വളരെ പ്രയാസകരമായി പരീക്ഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, 17 വയസ്സുള്ള ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സുഖമില്ലാതെ ട്യൂമർ ബാധിച്ചുകൊണ്ട് ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഷാഫി, അവനാണ് അത്ഭുതങ്ങൾ കാണിക്കുന്നവൻ. ശമനം നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ പഴങ്കാവിലെ മറ്റൊരു സഹോദരനും ഗൾഫിൽ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. പ്രവാസ ജീവിതത്തിനടക്കാൻ അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന ചികിത്സയും നാഥൻ ഫലപ്രദമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നാഥൻ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഫലസ്തീൻ മണ്ണിന് നീ അതിജീവനം നൽകണമേ നാഥ. اللهم انصر المظلومين في جميع أنحاء العالم. اللهم كن نصيرا ومعينا للمجاهدين في فلسطين. اللهم انصر المظلومين في جميع أنحاء العالم، خاصة في إيران. الله خاصة في لبنان، خاصة في يمن، خاصة في غزة وفي وست بانك وفي فلسطين. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة